SFI സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയൊരു ഉപദേശം മുഖ്യമന്ത്രി പിണറായി SFI നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. SFIയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പുതിയ തലമുറയ്ക്ക്, CPMൻ്റെ പുതുതലമുറയ്ക്ക് കൊടുത്ത ഉപദേശമാണ്. ആരാണ് ഉപദേശിക്കുന്നതെന്ന് ആലോചിക്കണം. നവകേരള യാത്ര സമയത്ത് KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുമ്പോൾ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ സ്വന്തം സുരക്ഷാ ഭടന്മാരിറങ്ങി, ഗൺമാൻ അടക്കം ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ പൊതിരെ തല്ലുമ്പോൾ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് SFIക്ക് ഉപദേശം നൽകുന്നത്. തെറ്റുകൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ ചെയ്യാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് SFIക്ക് നിലവിലുള്ളത്, ആർഷോ CPMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു കുട്ടിയൊന്നുമല്ല. ഇന്ന് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ആർഷോ. എന്തായാലും സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉണ്ടായ സമയത്ത് ഒരു PB അംഗത്തോട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. കാരണം SFIക്കാർ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ സിദ്ധാർത്ഥൻ്റെ മരണം പാർട്ടി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ PB അംഗം പറഞ്ഞിരുന്നു, ആർഷോ ഉൾപ്പെടെയുള്ളവരെ വൈകാതെ മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വൈകിയാണെങ്കിലും ഈ സംസ്ഥാന സമ്മേളനത്തോടെ ആർഷോ അടക്കമുള്ള SFIയുടെ നിലവിലുള്ള നേതാക്കളെ മാറ്റി പുതിയ നേതൃത്വം SFIയുടെ തലപ്പത്ത് വരും എന്നാണ് അറിയുന്നത്. പുതിയ നേതൃത്വം വരുമ്പോഴെങ്കിലും ഇവർ ഈ അക്രമത്തിൻ്റെ, റാഗിങ്ങിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഏറ്റവും വിചിത്രമായത്, നമ്മുടെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗ് ചെയ്തതിനെതിരെ ഉയർന്ന പൊതുവികാരം, ജനവികാരം, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷമായാലും അതുപോലെ ഒരു വികാരം, ഒരു പ്രതിഷേധം വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തിലുണ്ടായില്ല. അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയെടുത്ത് ഇതുകൊണ്ട് മാത്രമാണ് അത് CBI അന്വേഷണത്തിന് വിടേണ്ടി വന്നതും അതുപോലെ ഒരു കമ്മീഷന് വെച്ച് അദ്ദേഹം തന്നെ അന്വേഷണം നടത്തിയതും. അതുകൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും SFIക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്താനും CBIക്ക് അവരെ പ്രതിയേർക്കാനും കഴിഞ്ഞത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടും പ്രതികളായ SFI നേതാക്കൾക്ക് പരീക്ഷ എഴുതാനോ പ്രാക്ടിക്കൽ പരീക്ഷയിൽ പങ്കെടുക്കാനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായില്ല. അപ്പോൾ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥനെ അതിക്രൂരമായി റാഗിംഗ് നടത്തി കൊല ചെയ്തിട്ടും പ്രതികളായവർക്ക്, അതിന് ഉത്തരവാദികളായവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നത് ആ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ദുഃഖമായി മാറുമ്പോഴാണ് നമ്മുടെ സമൂഹം എത്ര മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് നാം ചിന്തിക്കേണ്ടത്. ഈ സിദ്ധാർത്ഥൻ നമ്മുടെ മകനായിരുന്നെങ്കിൽ, ഞങ്ങളുടെ മകനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പൊതുസമൂഹത്തിന് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ ഇത്തരം അക്രമങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിംഗ് വിവരം പുറത്തു വന്നതിന് ശേഷവും കാര്യവട്ടത്ത് കോളേജിൽ റാഗിംഗ് നടന്നു. ഒരു വിദ്യാർത്ഥിയെ കൂട്ടമായി റാഗ് ചെയ്തു. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ഒരു കൂട്ടം ആളുകൾ പരസ്യ വിചാരണ ചെയ്ത് പൊതിരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. ഈ ദിവസവും മലപ്പുറം ജില്ലയിൽ ഒരു റാഗിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റാഗിംഗ് വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സിദ്ധാർത്ഥനെ പോലെയുള്ള ഒരു നിരപരാധി അരിങ്കൊല ചെയ്യപ്പെട്ടിട്ട് പോലും അതിന് ഉത്തരവാദികളായ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അവരെ സംരക്ഷിക്കാൻ SFIയും SFIയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയും സർക്കാരും ഉണ്ട് എന്ന സന്ദേശമാണ് ഈ അപകടങ്ങളിലേക്ക് വീണ്ടും പുതുതലമുറയെ എത്തിക്കുന്നത്. അതുകൊണ്ട് SFIക്ക് സംരക്ഷണം നൽകുന്ന CPMനെ പോലെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പാർട്ടി തീർച്ചയായും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അക്രമത്തിൻ്റെ പാതയിൽ നിന്ന്, റാഗിംഗ് പോലെയുള്ള ക്രൂരതകളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ അവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കും.